ഹായ് ഹലോ. ഇന്ന് നല്ലൊരു ഞായറാഴ്ചയായിട്ട് രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് രണ്ടാമത്തെ ട്രിപ്പിന് ഇറങ്ങിക്കുന്നതാണ് കേട്ടോ. ഇവർക്ക് ഇന്ന് എക്സാമാണ് സൺഡേ ക്ലാസ്സിൽ. അപ്പോൾ അതിന് അവരെ കൊണ്ടുവന്നാക്കണം. കൂടെ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ പോയി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കാമെന്ന് എഴുതി ഇറങ്ങിയതാണ്. അന്ത്യത്താഴാണെന്നറിയാതെ പാവം കോഴികളതെല്ലാം കൊത്തി തിന്നാണ് കേട്ടോ. അവർക്ക് അറിയില്ലല്ലോ അറക്കാൻ കൊണ്ടുപോകുകയാണെന്ന്. അതിൻ്റെ മുറ്റത്താണെങ്കിൽ ഇതാ രണ്ട് ചേട്ടന്മാർ വന്നിട്ട് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടോ? എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതുപോലെ സെൽഫ് സ്റ്റാൻഡിലിട്ടിട്ടൊന്നും ഇങ്ങനെയൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതവിടെ വെച്ചിട്ട് പോരുമല്ലാതെ വേറെ ഒരു വഴിയില്ല. അത് സ്റ്റാൻഡിലേക്ക് ആക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല. മാത്രമല്ല അത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറില്ലാത്തത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് താനും. സ്കൂട്ടർ ഓടിച്ച് പോകും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കളികളൊന്നും എന്നെക്കൊണ്ട് നടക്കുകയില്ല. അത് ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ടി വരും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടിരുന്ന ചെടിയില്ലേ, ആ ചെടി ഇതാ ഇതുപോലെ പുറത്തേക്ക് അതിൻ്റെ വേരുകളൊക്കെ പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അള്ളിപ്പിടിച്ച് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കും, ചുറ്റും ഇങ്ങനെ തൈ പോലെ വരികയും ചെയ്യും. അപ്പോൾ അത് കാരണം അതങ്ങ് പതിയെ വെട്ടിക്കളഞ്ഞിട്ട് ബുഷാക്കി നിർത്താമെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണേ. നമ്മുടെ മൾബറിയിലെ ഒരു പ്രശ്നം ഉണ്ടായി. നിറച്ച് ഒരുതരം അതിൻ്റെ തൊലിപ്പുറത്ത് ഒരുതരം പുഴു വന്നിട്ട് ആ പുഴു ഇതിൻ്റെ ഈ തൊലിയൊക്കെ അങ്ങോട്ട് കാർന്ന് തിന്നല, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക ചെയ്യുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോരും. മഴയും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരുകയാണ് കേട്ടോ. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ. മൊത്തം ഇങ്ങനെ തൊലി പൊളിഞ്ഞു പോരണു. കാര്യം അത് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞപ്പം ചെറിയ തളർപ്പുകളൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് എന്താ പറയുക, മൾബറി കായ്കൾ അപ്പം തന്നെ ഉണ്ടായി വരുന്നതൊക്കെ ഉണ്ട്. ഇപ്പം ഇതുപോലെ ഇങ്ങ് പൊളിഞ്ഞു പോരുക. അപ്പോൾ അതിന് പിടിച്ചു വരുമോ അതോ ഇനി ഈ തണ്ടും അതുപോലൊക്കെ തന്നെ ആവുമോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും വെട്ടിക്കളഞ്ഞ കമ്പുകളെല്ലാം കൂടെ കൂട്ടി 2 കോലൊക്കെ കുത്തിവെച്ച് അതിൻ്റെ മേലെ കയറ്റിയിട്ടേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ഇട്ടാലും ആ സംഭവം മുളച്ചു വരും. അത് കാരണം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രതിവിധി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ.